ഗൈസ് ഈ കാണുന്നതാണ് എന്റെ കയ്യിലുള്ള ബൈക്ക് എന്ന് പറയുന്നത്. ഈ ബൈക്കിന്റെ ടാങ്കിന്റെ മേലെ ഒരു അടിപൊളി സ്റ്റിക്കർ വർക്ക് ചെയ്യാനായിട്ട് എനിക്ക് ഒരുപാട് നാളായിട്ട് ആഗ്രഹമുണ്ട്. പക്ഷെ ആ കാണുന്ന സ്റ്റിക്കർ വർക്ക് ചെയ്യാനായിട്ടുള്ള പൈസ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഗൈസ് അപ്പോൾ ഞാൻ പൈസ ലാക്കാനായിട്ട് ചെറിയൊരു കാര്യം ചെയ്യുമ്പോൾ എന്താ ഞാൻ കാണിച്ചു തരാം. ഗൈസ് അതുപോലെ തന്നെ ഈ വീഡിയോ ജസ്റ്റ് ലൈക്ക് ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടോ. ഓ ഗൈസ് ഈ കാണുന്ന പെട്ടികളൊക്കെ ഞാൻ ഓരോ ഐറ്റംസ് ഓർഡർ ചെയ്യുമ്പോൾ കിട്ടുന്ന കാർഡ്ബോർഡ് പെട്ടികളാണ്. പക്ഷെ എന്റെ കയ്യിൽ ഇത്ര മാത്രമല്ല, അതെ ഒരു ലോഡ് ഐറ്റംസ് എന്റെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഗൈസ് ഈ കാണുന്ന ഐറ്റംസ് ഒക്കെ ഞാൻ ഓരോ ഐറ്റംസ് മേടിക്കുമ്പോൾ കിട്ടുന്ന പെട്ടികളാണ്. സോ ഇതെല്ലാം നമ്മൾ ഇന്ന് സ്ക്രാപ്പിന് കൊടുത്തിട്ട് പൈസ ഉണ്ടാക്കാൻ പോവാണ്. ആ പൈസ വെച്ചിട്ട് നമ്മളിന്ന് നമ്മുടെ സ്റ്റിക്കർ ഒട്ടിക്കും. പൈസ അപ്പോൾ നമ്മളതെല്ലാം ഇങ്ങനെ കെട്ടിപ്പൂട്ടി വെച്ചിട്ടുണ്ട്. നമ്മുടെ വണ്ടിയുടെ ഉള്ളിൽ ഇതിൻ്റെ അടുത്ത് വയ്ക്കാം. ഓക്കെ ഗൈസ് അപ്പോൾ നമ്മുടെ സ്ക്രാപ്പ് ഷോപ്പിൽ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഐറ്റംസ് ഒക്കെ അവിടെ ഉണ്ട്. സോ കൊടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഗൈസ് അപ്പോൾ നമ്മുടെ ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്. ഇനി പൈസ കിട്ടിയാൽ മതി. ഗൈസ് അപ്പോൾ നമുക്ക് പൈസ നമുക്ക് ഗൂഗിൾ പേ വഴി കിട്ടിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എത്ര രൂപ കിട്ടിയെന്ന് ഊഹിക്കാൻ പറ്റുകയാണെങ്കിൽ ജസ്റ്റ് കമൻറ്റിൽ പറ. കൃത്യമായിട്ടുള്ള കമന്റ് ഞാൻ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. ഗൈസ് നമുക്ക് പൈസ കിട്ടിയ സ്ഥിതിക്ക് നമ്മുടെ ഈ കാണുന്ന ബൈക്കിന്റെ ടാങ്കിന്റെ മേലെ നമുക്ക് സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് വരാം. പിന്നെ എനിക്ക് കിട്ടിയ പൈസ എത്രയെന്ന് അറിയണമെങ്കിൽ എനിക്ക് കിട്ടിയ പൈസയേക്കാളും കുറവായിരിക്കും ഈ കാണുന്ന സ്റ്റിക്കറിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ നമ്മുടെ ബൈക്ക് എടുത്തിട്ട് നേരെ പോയത് സ്റ്റിക്കർ ഷോപ്പിലാണ്. എന്നിട്ട് അവിടെ നിന്ന് ഒരു കിടിലൻ സ്റ്റിക്കർ ഞാൻ ഒട്ടിച്ചു. ഗൈസ് ഫൈനലി നമ്മുടെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ട് സെറ്റ് ആക്കിയിട്ട് അടിപൊളിയായിട്ട് ഒട്ടിച്ച് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സംഭവം അടിപൊളിയാണ്. നമ്മുടെ ഈ കാണുന്ന സ്റ്റിക്കർ ഒട്ടിക്കാനായിട്ട് എനിക്ക് ആ കൂടി ചിലവായത് വെറും 380 രൂപ മാത്രമാണ്.